നമ്മുടെ ഏറ്റവും വലിയ ചാനലിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അദ്ദേഹത്തെ നോക്കിയും കണ്ടും വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ഓക്കെ ഡോക്ടർ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലൊരു മണ്ടനെയാണ്. ഞാനിപ്പോ ഇന്റർവ്യൂവിനൊക്കെ ഭയങ്കര പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. ഇന്റർവ്യൂവിനൊക്കെ പൈസ ലഡല്ല നന്ദി മാത്രമല്ലേ. ഇത്ര പടം പൊട്ടിട്ട് വേറെ ആർക്കുണ്ടെങ്കിലും ഇത്ര പടം ആർക്കുണ്ട്? അസീർ സാറിന്റെ സിനിമയുടെ ഹിറ്റായിരുന്നു അതുകൊണ്ട് പുള്ളിക്ക് അടുത്തെടുത്ത പടം. ഇതല്ല ഓടുന്നില്ലല്ലോ. ബാബു ബാബു അല്ലേ പറഞ്ഞത് പടം ഹിറ്റാണെന്ന്? വെക്കടാ വെടി, പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലയ്ക്കാക്കിട്ടുണ്ട്. എത്ര പേര് വിളിച്ചെന്നറിയോ ചവറ് പടമാണെന്നും പറഞ്ഞ്. തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് പോവുക അത്രേ. തിയേറ്ററിലെ സീറ്റുകളെല്ലാം കുത്തിക്കീറുക. എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്നറിയോ? നാണമില്ല ഈ മനുഷ്യന്, ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. തളരരുത് രാമകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. കുറെ പേര് സംശയിച്ച ബ്ലാക്ക് മണി വൈറ്റ് ആക്കണം. എന്നോട് കുറെ പേര് ബ്ലാക്ക് മണി വൈറ്റ് ആക്കണം. അങ്ങനെ ബ്ലാക്ക് മണി ഒന്നും ഇല്ല. വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരെ വിചാരിക്കുന്നില്ലടാ. ഇവൻ നമ്മളെ ആളെടുക്കുന്നോണേട്ടാ. ഇവനെടുക്കൊന്നാലാ ഞാൻ അർപ്പിത് എന്നെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടത്? പെൺകുട്ടിയൊക്കെ എപ്പോഴും ചീത്ത കുട്ടികളായിരിക്കും ഇഷ്ടം. അത് ശ്രദ്ധിച്ചിട്ടില്ല? ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. ആൺകുട്ടികൾക്ക് പൊതുവെ 18-20 വയസ്സിലുള്ള സമയം വെച്ചാൽ ഹൈ സെക്സ് ഡ്രൈവ് ഉണ്ടാവുന്ന സമയമാണ്. പിന്നെ എല്ലാം കൗതുകം, ജനത്തിനോടുള്ള കൗതുകം. ഈശ്വര, എന്റെ കൺട്രോൾ തെറ്റിക്കല്ലേ. എനിക്ക് കൺട്രോള് തരണേ ഭഗവതി. ഭാര്യ ശാരദ ഇതെന്റെ ഒരു പെങ്ങൾ ഉണ്ടായി. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ഉദാഹരണത്തിന് അച്ഛനെ കണ്ടിട്ട് ഞാൻ അച്ഛനെ കണ്ട് അച്ഛന്റെ ദുശീലങ്ങളും ചീത്ത കാര്യങ്ങളും പഠിച്ചോളാം. ഒരു കയ്യവതും അങ്ങനെ ചെയ്യുന്ന ഒരു ബുദ്ധിയില്ലാത്ത വ്യക്തിയാണ് വിനിശ്വാസം വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. പരിചയമുണ്ടല്ലോ. ഇത്രയും കണ്ണിങ് കള്ളത്തരേ പറയുവായ അങ്ങനെയുള്ളൊരു എന്റെ അമ്മയെ നാട്ടിച്ച് ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്തത്. അത് പുള്ളീനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ കാശും ഇതാക്കിയിട്ട് പുള്ളീനെ പറ്റിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. അതില് ആർട്ടിസ്റ്റിന് കാശ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ അഭിനയിച്ചു ഒരു വഴിയില്ലാതെ. കാരണം അതിന്റെ കാശടക്കം ഞാൻ മുക്കി. അപ്പൊ ഈ പണ്ടാരക്കാലം തൊട്ട കാശ് പോക്കാണല്ലോടാ. മല്ലിക്കണം ഇത്ത തല തിരിയാതെ. എടാ പോവാ ഒന്ന് പിടിച്ചേ. ഈ വടക്ക് നോക്കി എന്തൊക്കെ ഒന്ന് തെക്കോട്ട് തിരിച്ചിരുത്ത്. ശ്രദ്ധിച്ച് പണിയെടുത്ത് ശീലമില്ലാത്ത ശരീരം. ഇത് വടക്ക് നോക്കിയല്ല വിടക്ക് നോക്കിയെന്തോ. ഇനി ഇവിടുന്ന് പോകുന്നത് വരെ എന്റെ മുഖത്തല്ലാതെ വേറെ എങ്ങും നോക്കരുത്. ഇതിലെന്താ ശവത്തിന് കാവലിരിക്കുന്നത്? എന്നെ പോലത്തെ ഒരാളെ പിടിച്ചിടുമ്പോ ഒരു 100 തവണ ആലോചിച്ചിട്ടുണ്ടാവില്ലേ ഇത്രയും നല്ല നടനായ. എനിക്ക് ഫിലിം ഫെയർ അവാർഡ് വാങ്ങാൻ പോണമായിരുന്നു. അതിനൊന്ന് അനുവദിക്കണം. കണ്ടില്ലേ, ഞാനാണ് ഈ വർഷത്തെ. ഇതൊക്കെ എന്ത്? ഇവന്റെ ട്യൂബിന്റെ കാറ്റ് ഞാൻ കഴിക്കും. എന്നിട്ട് അവന്റെ കബറിന്റെ മേടി എഴുതിയും വെക്കണം. അവന്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദി നായിന്റെ മോൻ. എന്തോ ചിലപ്പോ തോന്നും